നമസ്കാരം. മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാടിറക്കം കേവലം ഒരു വായനയല്ല, ഇതൊരു യാത്രയാണ്. ആ യാത്രയാകട്ടെ വിനോദസഞ്ചാരത്തിന്റെ സ്വഭാവത്തോടു കൂടിയതുമല്ല. കാടിറക്കം ഒരു യാത്രയും അതിന്റെ വായനക്കാരൻ ഒരു യാത്രികനുമാകുന്നത് എഴുത്തുകാരന്റെ അക്ഷരങ്ങൾ ഈ പുസ്തകത്തെ ഒരു കാടനുഭവമാക്കി മാറ്റുന്നിടത്താണ്. യാത്രാഭാണ്ഡവുമായി കഥാപാത്രങ്ങൾക്കൊപ്പം എന്നേക്കുമായി ഹോളൂർ കാടുകൾ വിട്ടിറങ്ങുമ്പോഴും അവിടെ ജീവിച്ചു തീർത്ത അനുഭവങ്ങളുടെ അടയാളങ്ങൾ വായനക്കാരനിൽ അവശേഷിക്കുന്നു. മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് ശ്രീ ജോഷിലിന്റെ കാടിറക്കം എന്ന നോവലാണ്. ആഖ്യാനത്തിലും ഭാഷയിലും ആവിഷ്കരണത്തിന്റെ എല്ലാ തുറകളിലും ഏറ്റവും മികച്ചത് എന്ന വിശേഷണത്തെ ഒട്ടും തന്നെ അതിശയോക്തിപരമാക്കാത്ത ഒരു നോവലാണ് കാടിറക്കം. എഴുതപ്പെട്ട ഭൂതകാലം ചരിത്രവും പറഞ്ഞുകേട്ട ഭൂതകാലം കഥകളുമായി നിൽക്കുന്ന പ്രതിഭാസത്തിൽ എഴുതാൻ അറിയാത്തവരുടെ ചരിത്രം ആര് രചിക്കുമെന്ന അർത്ഥവത്തായ ചോദ്യത്തോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. ആ ചോദ്യം കൂടുതൽ സാർത്ഥകമാകുന്നത് നോവൽ വായന അവസാനിക്കുമ്പോഴാണ്. ആദ്യ അധ്യായങ്ങളിലൊക്കെ നോവൽ ഒരു ചരിത്രാവിഷ്കരണത്തിന്റെ രീതി പുലർത്തുന്നു. ആ ചരിത്രത്തിലൂടെയാണ് നമ്മൾ കമ്മാരത്തെത്തുന്നത്. അവിടുന്ന് അങ്ങോട്ട് കമ്മാരം കവലയും അഹമ്മദ് ഖാന്റെ ചായക്കടയും സുനിമാഷയുടെ ഏകാധ്യാപക വിദ്യാലയവും ഊർക്കടവും ഹോളൂരുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഇടങ്ങളായി മാറുന്നു. ഒരു കേന്ദ്ര കഥാപാത്രമില്ലാതെ ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ കാടിനെ ആവിഷ്കരിക്കുകയാണ് ഈ നോവൽ. ജീവിതത്തിന്റെ ഒരു നല്ല കാലം അത്രയും കമ്മാരത്തെ തടിടിപ്പോയിൽ കഴിഞ്ഞ് ചീരയെ വിവാഹം ചെയ്ത് ബാബുവിന്റെ അച്ചാപ്പയായി ഒടുവിൽ തടികൾക്കിടയിൽ തന്നെ ജീവിതം ഒടുങ്ങിപ്പോയ അബ്ബാസ് ശ്രദ്ധേയനായൊരു കഥാപാത്രമാണ്. ചിലപ്പോഴൊക്കെ ആളുകളുടെ ജീവിതത്തെ പറ്റിയുള്ള കഥകളാണ് ആദ്യം ഉണ്ടാവുക, ജീവിതം പിന്നാലെ ആരംഭിക്കൂ എന്ന കാര്യത്തെ എഴുത്തുകാരൻ അബ്ബാസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രഘുരാമൻ എന്ന കണ്ണൻ കാടിറക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഗോവിന്ദന്റെയും സാവിത്രിയുടെയും ആ മകനിലൂടെയാണ് നാം ഏറെ നേരം പുസ്തകത്തെ അറിയുന്നത്. കണ്ണന്റെ മുത്തച്ഛൻ അപ്പുചെട്ടിയാർ കാടിനെ സ്നേഹിക്കാനും അറിയാനുമുള്ള പ്രേരണ വായനക്കാരനിൽ ചെലുത്തുന്നത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ്. പണിയന്റെ നിത്യദൈന്യതകളെയും പട്ടിണിയെയും അവർ നേരിടുന്ന സാമൂഹികമായ അവഗണനകളെയും ഒക്കെ അവതരിപ്പിക്കുന്ന കൊറാത്തി നാടകം പോലെയുള്ള കാടകത്തിന്റെ സാംസ്കാരിക മുഖത്തെ പറ്റിയുള്ള പരാമർശങ്ങളും നോവലിലുണ്ട്. ഒരു വിപ്ലവം എന്നോണമാണ് സുനിമാഷിന്റെ നിശ്ചയദാർഢ്യത്തിൽ ഹോളൂരിലെ ഏകാധ്യാപക വിദ്യാലയം യാഥാർത്ഥ്യമായത്. സുനിമാഷും കാടിന്റെ മകനായ ചെമ്പനും തമ്മിലുള്ള അനുഭവങ്ങൾ ഏറെ വൈകാരികമാണ്. കമ്മാരത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് സ്ഥലം മാറി വരുന്ന റേഞ്ചർമാർ ഉൾപ്പെടെയുള്ള ഓരോ ഉദ്യോഗസ്ഥരെയും വായനക്കാരൻ അറിയുന്നത് അവരുടെ കാടനുഭവങ്ങളിൽ കൂടി തന്നെയാണ്. പലയിടത്തും കാട് നമ്മെ ത്രസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നു. കണ്ണനൊപ്പമാണ് ആദ്യമായി നമ്മൾ കാടിറങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് പരിഷ്കാരത്തിന്റെ പുതിയ മാതൃകകളിൽ ഹോളൂർ ഒരു കാട്ടുമുക്ക് എന്ന അധിക്ഷേപത്തോടു കൂടിയുള്ള അധപ്പതനത്തെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്നു. ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എന്ന പരിഷ്കാരത്തിന്റെ കാഴ്ചപ്പാടുകളിൽ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ വളരുകയും കാട് ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനിടയിൽ അസ്വസ്ഥരാകുന്ന കാട്ടിലെ ജീവജാലങ്ങളുടെ ദൈന്യം പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട്. കാടിനോട് ഇഴുകിച്ചേരാൻ ആഗ്രഹിച്ച് മറ്റ് ദേശങ്ങളിൽ നിന്നെത്തുന്നവരും ഹോളൂർ കാട്ടിലെ മനുഷ്യരും തമ്മിലുള്ള ഹൃദയഹാരിയായ ബന്ധങ്ങളെ അവതരിപ്പിക്കുന്ന അധ്യായങ്ങൾ കാടിറക്കത്തിലുണ്ട്. മാസ്തിയും ഗാലൻ സായിപ്പും തമ്മിലുള്ള ബന്ധവും ബസന്തറായും കുട്ടനും കുങ്കനും തമ്മിലുള്ള ഇടപെടലുകളുമൊക്കെ അതിന്റെ ആവിഷ്കാരങ്ങളാണ്. കാലദേശ സീമകൾക്കപ്പുറം എല്ലാവരെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന കാട് എന്ന അത്ഭുതകരമായ പ്രകൃതി സമ്പത്തിനെ പറ്റി പുസ്തകം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിദാരുണമായ ആനവേട്ടകളുടെ കഥകളിലൂടെ അസ്വാസ്ഥ്യപൂർണമായ മനസ്സോടുകൂടി മാത്രമേ വായനക്കാരന് കടന്നു പോകാൻ സാധിക്കൂ. കാട് തളരുന്ന വരൾച്ചയും അതിന്റെ അതിജീവനവുമൊക്കെ അവിടുത്തെ മനുഷ്യ മൃഗാദികളോടൊപ്പം നമ്മളും അനുഭവിക്കുകയാണ്. ബൊമ്മദേവ വട്ടത്തെ കയവും പുകേനും പോലെയുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ കാലം ഏറെ ചർച്ച ചെയ്യുന്ന
മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കാടിറക്കത്തിൽ കടന്നു വരുന്നുണ്ട്. കണ്ണന്റെ സുഹൃത്ത് അനുനന്ദയെയും ഡ്രൈവർ ബാലനെയും പോലെയുള്ള കഥാപാത്രങ്ങൾ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാണ്. അപ്പുചെട്ടിയാരുടെ മരണത്തോടെ നോവൽ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. ഹോളൂരുകാർ പൂർണമായ അർത്ഥത്തിൽ കാടിറങ്ങുന്നു. ഹോളൂർ വയലിൽ നിന്ന് അവസാന കുടുംബവും പുറത്തേക്ക് എന്ന വാർത്തയുള്ള അധ്യായത്തോടെയാണ് കാടിറക്കം ആരംഭിച്ചത്. വൈകാരികമായ അംശങ്ങൾ ഏതുമില്ലാതെയാണ് ആ വാർത്തയിലൂടെ കടന്നുപോയത്. എന്നാൽ കാട്ടിൽ മൺമറഞ്ഞ ആത്മാക്കളുടെ സംഭാഷണത്തോടുകൂടിയുള്ള അധ്യായത്തോടെ കാടിറക്കം അവസാനിക്കുമ്പോൾ അനുവാചകൻ വൈകാരികതയുടെ മൂർധന്യത്തിലെത്തി വേദനയോടെ കഥാപാത്രങ്ങൾക്കൊപ്പം കാടിറങ്ങുന്നു. വയനാടിനെ കുറിച്ചുള്ള ഒരു മ്യൂസിയം എന്ന് കൽപ്പറ്റ നാരായണൻ മാഷ് വിശേഷിപ്പിച്ച പുസ്തകമാണ് കാടിറക്കം. വായനയുടെ ഒടുക്കം ഹോളൂരും കമ്മാരവുമൊക്കെ നമുക്കുള്ള സാധ്യതകൾ ഉപയോഗിച്ച് തിരയുന്ന കൗതുകത്തിലേക്ക് വായനക്കാരനെ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന സൃഷ്ടിപരമായ ഔന്നത്യം ഈ പുസ്തകത്തിനുണ്ട്. അക്ഷരങ്ങളിലൂടെ കാടിനെയും അതിനകത്തുള്ള ഒരു ഗ്രാമത്തെയും അവിടുത്തെ മനുഷ്യരെയും സൃഷ്ടിക്കാൻ കഴിയുക, ആ സൃഷ്ടി വായനക്കാരനെ അനുഭവിപ്പിക്കാൻ കഴിയുക. പ്രതിഭാസമ്പന്നമായ ഒരു തൂലികയ്ക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു സാഹിത്യകാരനാണ് ജോഷിൽ. സർഗധനനായ ഈ എഴുത്തുകാരൻ വനം വന്യജീവി വകുപ്പിലെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ കൂടിയാണ്. മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. നന്ദി.